പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. അങ്ങനൊരു പാപിയില്ല. മര്യാദ പാപി എന്ന് പറഞ്ഞൊരു പാപിയില്ല. എന്തോ നിങ്ങൾ ഈ മര്യാദ പാപി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്? മര്യാദ പാപി എന്ന് ആരെങ്കിലും വിളിക്കാമെങ്കിൽ, ലോകത്തിൽ വിളിക്കാമെങ്കിൽ ഒരുതിനെ വിളിക്കാമായിരുന്നത് പൗലോസിനെയാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനിന്യം അവൻ പറയുന്നത്. അതായത് എൻ്റെ മുഖത്ത് നോക്കി ന്യായപ്രമാണത്തിലെ ഇന്ന കാര്യം നീ തെറ്റിച്ചില്ലേടാ എന്ന് എന്നോട് ചോദിക്കാൻ ആരും ഇല്ലായിരുന്നു. പരീശനിൽ ജനിച്ച പരീശൻ, അവൻ ജീവിതത്തെ സൂക്ഷിച്ചവനാണ്. എന്നിട്ട് അവനെക്കുറിച്ച് പറയുന്നത് ആ പാപികളിൽ ഞാൻ ഒന്നാമെന്നാണ്. നമുക്ക് നാണമില്ലയോ ഞാനൊരു മര്യാദ പാപിയായിട്ട് ജീവിക്കുകയായിരുന്നു പറയാൻ? അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്നുവരെയും നമുക്ക് യഥാർത്ഥത്തിൽ പാപബോധമുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പാപബോധം ഉണ്ടാകാത്തവന് അനുതാപം ഉണ്ടാകത്തില്ല, അനുതാപം ഉണ്ടാകാത്തവന് മാനസാന്തരം ഉണ്ടാകത്തില്ല, മാനസാന്തരം ഉണ്ടാകാത്തവന് വീണ്ടും ജനിക്കാൻ പറ്റും, വീണ്ടും ജനനാനുഭവം ഉണ്ടാകത്തില്ല, വീണ്ടെടുക്കപ്പെടുന്നില്ല, വീണ്ടെടുക്കപ്പെടാത്തവൻ എന്താണ്? അനുഗമിക്കത്തില്ല. പക്ഷേ ഇതൊന്നുമില്ലാതെ സഭയിൽ കടന്നുകൂടിയ ഒത്തിരി പേരുണ്ട്. ഇതൊന്നുമില്ലാതെ അവർക്ക് അനുതാപം ഉണ്ടായിട്ടില്ല, മാനസാന്തരം ഉണ്ടായിട്ടില്ല. അവർ സഭാംഗങ്ങളാണ്. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു രോഗസൗഖ്യമോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ പിറ്റേ ആഴ്ച തൊട്ട് എന്നാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവിച്ചെങ്കിൽ നേരെ സഭായോഗത്തിന് വന്നിരിക്കാൻ തുടങ്ങി. 2-3 ആഴ്ച സഭായോഗത്തിന് വന്നിരുന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ബ്രദർ സാക്ഷ്യം വല്ലതും പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞപ്പം എണീറ്റ് നിന്ന് രോഗസൗഖ്യത്തിൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞു ഇരുന്നു. എന്നാൽ പിന്നെ അടുത്ത ആഴ്ച സ്നാനപ്പെട്ടാലോ എന്ന് ചോദിച്ചു. ശരി, സ്നാനപ്പെട്ടേക്കാമെന്ന് ചിന്തിച്ചു. ചിലർ അത്രയും പോലും ഇല്ല. ചിലരാണെങ്കിൽ അച്ഛനോട് പിണങ്ങിയാണ് സ്നാനപ്പെടുന്നത്. 2-3 പ്രാവശ്യം ബെന്തിക്കോസ് യോഗത്തിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, എന്താണോ താനിപ്പോൾ ബെന്തിക്കോസിൽ പോകുന്നത്? എന്നെ പറഞ്ഞു, അതിനെന്താ അച്ഛൻ കുഴപ്പം? എൻ്റെ കൊച്ചു സൗഖ്യമില്ലായിരുന്നപ്പോൾ അച്ഛനോട് വന്നില്ലല്ലോ. അവരാ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിന് സൗഖ്യമായി, ഞാൻ പോകും. താൻ പോകുകയാണെങ്കിൽ തിരുസഭയിൽ നിന്ന് മുടക്കും എന്താ അങ്ങ് മുടക്ക്. എന്നിട്ട് പാസ്റ്റർ അടുത്ത് പറയും, പാസ്റ്ററെ അച്ഛൻ വീട്ടിൽ വന്നായിരുന്നു, എന്നെ മുടക്കുമെന്ന് പറഞ്ഞു, എനിക്കൊന്ന് കാണണം. എന്നാ പാസ്റ്ററെ അടുത്ത സ്നാനം? അങ്ങനെ സ്നാനപ്പെട്ട എത്രയോ പേര് നമ്മുടെ സഭയിലുണ്ട്, അച്ഛനോട് മുടങ്ങി സ്നാനപ്പെട്ടവർ. അനുതാപം ഉണ്ടായിട്ടില്ല, മാനസാന്തരം ഉണ്ടായിട്ടില്ല. അവർക്ക് ദൈവകൃപ അനുഭവിക്കാൻ കഴിയത്തില്ല. യഥാർത്ഥത്തിലുള്ള അനുതാപം, അതിൻ്റെ ആദ്യത്തെ പടി എന്താണെന്നറിയാമോ? ദൈവഭയം. ദൈവഭയം ഉണ്ടായിട്ട് ദൈവസന്നിധി നിൽക്കാൻ യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കുന്ന, ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവ്, എൻ്റെ പാപങ്ങളെ ശിക്ഷിക്കാൻ ദൈവത്തിന് പൂർണ്ണ അധികാരമുണ്ടെന്നുള്ള തിരിച്ചറിവ്, ആ ഏറ്റുപറച്ചിൽ, കർത്താവേ ഞാനൊരു കൊടും പാപിയാണെന്ന് പറയുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, ഞാനൊരു മര്യാദ പാപിയാണെന്ന് പറയുന്നവന് ഒരിക്കലും പാപബോധം ഉണ്ടാകത്തില്ല. ഞാനൊരു കൊടും പാപിയാണ്. നമ്മുടെ ഏറ്റവും ചെറിയ പാപം പോലും നിത്യ നരകത്തിലേക്ക് നമ്മളെ തള്ളിയിടാൻ പര്യാപ്തമാണെങ്കിൽ നിങ്ങൾ എത്ര പാപം ചെയ്തിട്ടുണ്ടെന്നുള്ള കണക്ക് പോലും പ്രസക്തമല്ല. ഹല്ലേലൂയ. ഒരു വലിയ അനുതാപം ഈ കള്ളൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ്. അവൻ്റെ എല്ലാ അവസ്ഥയിലും അവനൊരു അധർമ്മിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. നമ്മുടെ പാപം നമ്മൾ തിരിച്ചറിയണം. 51-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ പറയാണ്, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. നമ്മുടെ ഒരു വലിയ പ്രശ്നം എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നില്ലെന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങളെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ പറയുന്നില്ല ഞാനൊരു പാപിയാണെന്ന്. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. കത്തോലിക്ക സഭയിൽ നമ്മുടെ കുമ്പസാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാക്കാണല്ലോ മേയാ കുൾപ്പ, മേയാ കുൾപ്പ, മേയാ മാക്സിമ കുൾപ്പ. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് പാപബോധം ഉണ്ടാകുന്നത്. അച്ഛൻ്റെ മുമ്പിൽ നിന്ന് വെറുതെ വർത്തമാനം കൊണ്ട് പറഞ്ഞ കാര്യമില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പിഴ, ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. നമ്മുടെയൊക്കെ വലിയ പ്രശ്നം എന്നറിയാമോ? ചിലപ്പോൾ നമ്മൾ ആളുകൾ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞതാണോ, എന്നെ കൊണ്ട് പറയിച്ചതല്ലേ എന്ന്. ഞാൻ പറഞ്ഞതാണോ, ചീത്ത വിളിച്ച കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതാണോ, എന്നെ കൊണ്ട് പറയിച്ചതല്ലേ എന്ന്. അതായത് എൻ്റെ കുറ്റമല്ല എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഓരോ പാപത്തിന് ശേഷവും നമ്മൾ പറയുന്നത് എന്താണ്? അത് എൻ്റെ കുറ്റം അല്ല എന്നാണ്. പക്ഷേ ഈ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ, അനുതപിച്ചവനായ ഈ കള്ളൻ പറയുന്ന കാര്യം, ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. നമ്മളോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. ന്യായമായിട്ട് എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു.
നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായിട്ടുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം? നമ്മൾ ഈ വേദപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ ആഴമുള്ള അല്ലെങ്കിൽ അർത്ഥം നമ്മൾ ഗ്രഹിക്കാതെ വായിച്ചു പോകുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ദാവീദ് പറയാണ്, കർത്താവേ, നീ എന്നോട് വാദിച്ചാൽ എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഞാൻ നീതിമാനാണെന്ന്. സംസാരിക്കുമ്പോൾ നീ നീതിമാനാണ്, നീ എന്നെ എന്ത് ശിക്ഷ വിധിച്ചാലും എനിക്കൊരിക്കലും നിൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല അത് നീതിയല്ല എന്ന്. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ആര് വിധിക്കുമ്പോൾ? കർത്താവ് എന്നെ എന്ത് ശിക്ഷ വിധിച്ചാലും. പ്രിയമുള്ളവരെ, എൻ്റെ പാപങ്ങളെ നോക്കിയിട്ട് കർത്താവ് എനിക്ക് എന്തോ ശിക്ഷ വിധിച്ചാലും, എന്നെ അവൻ നിത്യ നരകത്തിൽ തള്ളിയിട്ടാലും ദൈവം നീതിമാനാണ്, അവൻ എന്നെ എന്തും ചെയ്യാം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കർത്താവിനോട് ഇറ്റ് ഈസ് നോട്ട് ഫെയർ എന്ന് പറയാൻ പറ്റത്തില്ല. ഇഫ് ഐ സേ ഇറ്റ്, അത് നീതിയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ അർത്ഥം എനിക്ക് പാപബോധം ഉണ്ടായിട്ടില്ലെന്നാണ്. ദാവീദ് പറയാണ്, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനും വിധിക്കുമ്പോൾ നീ നിർമ്മലനായി ഇരിക്കേണ്ടത് തന്നെ. കർത്താവേ, നീ എന്നെ എന്ത് ദുരന്തത്തിലേക്ക് തള്ളിയിട്ടാലും എത്ര വലിയ ശിക്ഷ എനിക്ക് നൽകിയാലും അതെല്ലാം എങ്ങനെയുള്ളതാണ്? ന്യായമായ ശിക്ഷയാണ്. നീ എന്നെ ഒരിക്കലും അന്യായമായി ശിക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ശിഷ്യൻ്റെ പ്രത്യേകത. അവൻ്റെ ശിക്ഷ ന്യായമെന്ന് അവൻ ഏറ്റുപറഞ്ഞു. ന്യായമെന്ന്. ഒന്ന്, അവൻ അധർമ്മിയാണെന്ന് അവൻ ഏറ്റുപറഞ്ഞു. രണ്ട്, എന്ത് ശിക്ഷ ഇനി അവന് ലഭിച്ചാലും അതെല്ലാം ന്യായമാണെന്ന് അവൻ ഏറ്റുപറഞ്ഞു. അവൻ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നല്ല, ഞാൻ അരുതാത്തതൊന്നും ചെയ്തില്ല. അവൻ അവനെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ യേശുവിനെ കുറിച്ച് അവൻ പറയുന്ന കാര്യം എന്തെന്നറിയാമോ? അടുത്തതാണ്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ അരുതാത്തത് ചെയ്തു, എന്നാൽ യേശു നിർദോഷിയാണെന്ന് അവൻ ഏറ്റുപറഞ്ഞു. നമ്മുടെ മാനസാന്തരത്തിൻ്റെ പല പടികളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ദൈവ സാന്നിധ്യത്തിൽ അവൻ ഭയന്ന് വിറച്ചു. യേശു ദൈവമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഞാൻ അധർമ്മിയാണെന്ന് അവൻ പറഞ്ഞു. എന്ന് തന്നെയല്ല, എനിക്ക് ലഭിക്കുന്ന ഏത് ശിക്ഷയും ന്യായമാണെന്ന് അവൻ സമ്മതിച്ചു. മൂന്നാമത് എന്താണ്? യേശു നിർദോഷിയാണെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ വീണ്ടെടുപ്പുകാരനാണെന്ന് അവന് വിശ്വസിക്കാൻ കഴിയുന്നത്. യേശു ദോഷമുള്ളവനാണെന്ന് അവൻ പറഞ്ഞായിരുന്നെങ്കിൽ യേശുവിൻ്റെ മരണം ഒരിക്കലും എന്താകത്തില്ല, അവന് വീണ്ടെടുപ്പിന് കാരണമാകത്തില്ല. അതുകൊണ്ട് ഇവൻ കൂട്ടുകാരനോട് പറയാണ്, അവൻ നിർദോഷിയാണ്, അവൻ ദോഷമില്ലാത്തവനാണ്, അവൻ എൻ്റെ പാപത്തിന് പകരം മരിക്കാൻ യോഗ്യതയുള്ളവനാണ്. അതായത് ഞാൻ ശിക്ഷയ്ക്ക് യോഗ്യനാണ്, അവൻ മരണത്തിന് യോഗ്യനല്ല. എന്നാൽ അവൻ നിർദോഷിയായതുകൊണ്ട് എനിക്ക് പകരം മരിക്കാനുള്ള യോഗ്യത ആർക്കുണ്ട്? യേശുവിനുണ്ട് എന്ന് അവൻ ഏറ്റുപറഞ്ഞു. അടുത്തത്, ഇവനാണ് എനിക്ക് പകരം മരിക്കുന്ന മശിഹ എന്നുള്ളത്, തന്നെ രക്ഷിക്കാൻ ദൈവം അയച്ച മശിഹയാണ് എന്നുള്ളത് അവൻ ഏറ്റുപറഞ്ഞു. യേശുവിനെ നോക്കിയിട്ട് അവന് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, ഈസ് ഗാഡ്. അത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ അന്ത്യം ക്രൂശാണെന്നാണ് അവൻ ചിന്തിച്ചത്. പക്ഷെ യേശുവിൻ്റെ അന്ത്യം ക്രൂശ് അല്ല എന്നവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമെന്ന് അവൻ പറയാൻ കാര്യം, യേശു രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമെന്നവൻ ഏറ്റുപറയുകയാണ്. നോക്ക്, ക്രൂശിൽ കിടക്കുന്ന ഈ കള്ളൻ ഒരു പുസ്തകം പോലും വായിക്കാതെ, ഒരു പ്രസംഗവും കേൾക്കാതെ യേശുവിനെ കുറിച്ചുള്ള സകല സത്യങ്ങളും തിരിച്ചറിയുകയാണ്. അവൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമെന്നും അവൻ ചിന്തിച്ചാൽ, അവൻ നിശ്ചയിച്ചാൽ എന്നെയും അവൻ്റെ രാജ്യത്തിൻ്റെ പ്രജയാക്കാൻ കഴിയുമെന്നും അവൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് തിരിച്ചറിയുകയാണ്. യേശു രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമെന്നുള്ള അവൻ്റെ ആ ഉറപ്പൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഉപദേശിമാർക്ക് പോലും ഇല്ലാത്തത്ര ഉറപ്പ് ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളനുണ്ട്. എന്ത്? യേശു രാജത്വം പ്രാപിച്ച് മടങ്ങി വരും എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു മിഷണറി പറഞ്ഞതാണ്, ഒരു പരസ്യയോഗത്തിന് ഒരാൾ പ്രസംഗിച്ചു, യേശു രാജാവായി വേഗം വരുന്നു എന്ന്. ഈ മിഷണറി അദ്ദേഹത്തെ കണ്ടുവച്ച് ചോദിച്ചു,
വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കുന്ന കേട്ടായിരുന്നല്ലോ, യേശു രാജാവായി വേഗം വരുമെന്ന്. എന്നിട്ട് ഉപദേശിയുടെ ജീവിതം എങ്ങനെയാണ്? മോനെ, അതൊക്കെ അല്ലാതെ നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? അതൊക്കെ വേദത്തിൽ എഴുതിയിട്ടുള്ള കാര്യമല്ലയോ? അത് നമ്മളത് പ്രസംഗിക്കുന്നു. ഞാൻ പറഞ്ഞത് ഭയങ്കര സങ്കടത്തോടെയാണ്. തങ്ങൾ വിശ്വസിക്കുന്നതല്ലാത്ത പ്രസംഗിക്കുന്ന പ്രസംഗകരെ കൊണ്ട് നമ്മൾ നിറഞ്ഞിരിക്കുകയാണ്. യേശു മടങ്ങി വരുമെന്നുള്ള വിശ്വാസം, യേശു രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കുമോ? ഈ പ്രസംഗിക്കുന്നവൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കുമോ? നമ്മുടെ കൺവെൻഷനുകളിലും മറ്റും വലിയ വലിയ ആഴത്തിലുള്ള വലിയ ദൈവശാസ്ത്രം പറയുന്നവരായ ആളുകൾ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ഇപ്പം അങ്ങനെ പ്രസംഗിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ട് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ ജീവിതം? നമ്മളുടെ സഭകളിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ നമ്മുടെ ജീവിതം? നമ്മുടെ ലൈഫ് കൊണ്ടാണ് നമ്മൾ മറുപടി പറയേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തന്നെ രക്ഷിക്കാൻ യേശുവിന് കഴിയും എന്നവൻ വിശ്വസിച്ചു. തന്നെയല്ല, രക്ഷിക്കാൻ കഴിവുണ്ടെന്ന് മാത്രമല്ല, അതിനവന് മനസ്സുണ്ടെന്നും അവൻ വിശ്വസിച്ചു. യേശുവിൻ്റെ എബിലിറ്റിയിൽ മാത്രമല്ല, അവൻ്റെ ക്യാരക്ടറിലും ഈ കള്ളൻ വിശ്വസിച്ചു. യേശുവിൻ്റെ കഴിവിൽ മാത്രമല്ല, യേശുവിൻ്റെ സ്വഭാവത്തിലും അവൻ വിശ്വസിച്ചു. അവനോട് കരഞ്ഞപേക്ഷിച്ചാൽ അവൻ വിളി കേൾക്കുന്നവനാണെന്നും അവൻ ഉത്തരം നൽകുന്നവനാണെന്നും ആ ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ വിശ്വസിച്ചു. ചിലപ്പോൾ ആളുകളൊക്കെ പറയാറുണ്ട്, ക്രൂശിൽ കിടക്കുന്ന കള്ളൻ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് ഓർത്ത് അവനെ കൊണ്ടുപോയി. അത്രയൊക്കെ ഉള്ളു ബ്രദറെ, വളരെ ഈസിയാണെന്ന്. പക്ഷേ എന്നെ ഓർക്കണമേ എന്ന് അവൻ പറഞ്ഞ ഒരൊറ്റ വാചകത്തിൻ്റെ പിന്നിൽ എത്രയെത്ര ആത്മീക യാഥാർത്ഥ്യങ്ങളിലൂടെ ക്രൂശിൽ കിടന്നുകൊണ്ട് ഈ കള്ളൻ കടന്നുപോയി എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അല്ലാതെ ചുമ്മാ എന്നെ ഓർത്തോണെന്ന് പറഞ്ഞതല്ല. അവൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ രാജത്വത്തെക്കുറിച്ചുള്ള അവൻ്റെ തിരിച്ചറിവ്, യേശു രാജാവാണെന്നുള്ള തിരിച്ചറിവ്, അവൻ്റെ മുകളിൽ കുറ്റസംഗതി എന്ന് പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്ന നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള ആ യാഥാർത്ഥ്യം ഹൃദയത്തിൻ്റെ ആഴത്തിൽ വിശ്വസിച്ച് താനൊരു പാപിയാണെന്നും തൻ്റെ പാപം അതിൻ്റെ ശിക്ഷ ന്യായമാണെന്നും യേശു നിർദോഷിയാണെന്നും അതുകൊണ്ട് യേശുവിന് എനിക്ക് പകരം മരിക്കാൻ കഴിയുമെന്നും അവൻ രാജാവാണെന്നും അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമെന്നും അവൻ മടങ്ങി വരുമ്പോൾ എന്നെ രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ അവൻ്റെ രാജ്യത്തിൽ എന്നെ ചേർക്കുവാൻ അവന് കഴിവുണ്ടെന്നും ഞാൻ പ്രാർത്ഥിച്ചാൽ അവൻ കേൾക്കുമെന്നും അവൻ കരുണയുള്ളവനാണെന്നും അവൻ്റെ ക്യാരക്ടറിലും ഉള്ള വിശ്വാസം. കള്ളൻ്റെ വിശ്വാസം ചെറിയ വിശ്വാസമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ക്രൂശിലെ കള്ളൻ്റെ വിശ്വാസം ഒരു ചെറിയ വിശ്വാസമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? ക്രൂസൈഡ് കഴിയുമ്പം ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു ടിക്ക് എന്ന് പറഞ്ഞൊരു ശരിയിടും ഒരു കോളം പൂരിപ്പിക്കുമ്പോഴത്തേക്ക് അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമെന്ന് ചിന്തിച്ചിരിക്കുന്നവർ ഇതൊന്ന് മനസ്സിലാക്കുക പ്രിയമുള്ളവരെ. അനുതാപമില്ലാതെയും മാനസാന്തരമില്ലാതെയും ദൈവകൃപ അനുഭവിക്കാതെയും ദൈവഭയമില്ലാതെയും സഭയ്ക്കുള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന മാനസാന്തരപ്പെടാത്ത വിശ്വാസികൾ, വീണ്ടും ജനിക്കാത്ത വിശ്വാസികൾ, ഇത് നിങ്ങളൊന്ന് ഗ്രഹിക്കണം, ഇതൊന്ന് തിരിച്ചറിയണം. എവിടെയാണ് പ്രശ്നം? ക്രൂശ് കണ്ട്, യേശു ക്രൂശിൽ കിടക്കുന്നത് കണ്ടിട്ട് വരുന്നവൻ്റെ വിശ്വാസവും യേശു മീൻ കൊടുക്കുമ്പോൾ, യേശു അപ്പം കൊടുക്കുമ്പോൾ വരുന്ന അത് കണ്ടു വരുന്നവൻ്റെ വിശ്വാസവും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പൗലോസ് പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായി യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മധ്യത്തിൽ ഇരിപ്പാനായിട്ട് ഞാൻ കാംക്ഷിച്ചു എന്ന് പറയുന്നത്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ്. അവൻ യേശുവിൻ്റെ കരുണയിൽ ആശ്രയിച്ചു. അവന് കഴിവുണ്ടെന്നും അവന് കരുണയുണ്ടെന്നും അവൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് എന്നെയും ഓർക്കണമേ എന്ന് പറയുന്നത്. അവൻ പറഞ്ഞില്ല, കർത്താവേ ഏതാണെന്ന് നീ മരിച്ചല്ലോ, നിനക്ക് ആരെങ്കിലുമൊക്കെ വേണ്ടേ, ഞാനിവിടെ വരാം നിൻ്റെ കൂടെ. പലരുടെയും ഇടപാട് കണ്ടു കഴിഞ്ഞാൽ യേശുവിനൊരു ഉപകാരം ചെയ്യുന്നത് പോലെയാണ് പറയുന്നത്, ഞാനിവിടെ വന്നേക്കാം, ഞാനിവിടെ രക്ഷിക്കപ്പെട്ടേക്കാമെന്ന്. നമ്മുടെയൊക്കെ പ്രസംഗം കേട്ടാലും നമുക്ക് പലപ്പോഴും തോന്നുന്നത് എന്താണെന്നറിയാമോ? യേശുവിന് ആരും ഇല്ലാതിരിക്കുകയല്ലയോ പാവം, എന്നാൽ പിന്നെ പോയേക്കാം അവൻ്റെ കൂടെ എന്ന്. നമ്മൾ ചിലപ്പോൾ പാട്ടും പാടി